പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, കുക്കിംഗ് വീഡിയോ അല്ല. ഞാൻ വാങ്ങിയൊരു പീലർ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതികളും ഞാനത് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ വീഡിയോ ഒന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പീലർ. അതിൻ്റെ മുകളിലുള്ള ഒരു മോട്ടറാണത്. അതിന് ഇത് ഒരു അടപ്പാണ് അതിൻ്റെത്. അത് വലിയൊരു ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് അല്ലത്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു വെട്ട് പോലെ സംഭവമുണ്ട്. ആ മോട്ടറിനുമുണ്ട് അതുപോലൊരു വെട്ട് പോലെ സംഭവം കാണുന്നുണ്ട്. അത് നമ്മളവിടെ വളരെ എളുപ്പത്തിൽ നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അല്ലെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് തോന്നും ഇത്രയും പാർട്സുകളൊക്കെ ഉണ്ടല്ലോ, ഇത് ഫിറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനിങ്ങനൊരു സംഭവം കൂടെയുണ്ട്. ഇതിനെല്ലാം വളരെ വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ബ്ലേഡാണ്. 5 ബ്ലേഡ് ഉണ്ട് കേട്ടോ ഇതിന്. മൊത്തം ഇതിലിങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെയാണിത്. ഇത് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് കേട്ടോ. പിന്നെ ഇതിലൂടെയാണ് നമ്മളത് പീല് ചെയ്യുന്ന ആ ഒരു തോലും. പിന്നെ നമ്മൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൂടെ ഉണ്ട് കേട്ടോ. ജോബ്, ഡിസ്ചാർജ്, ഇങ്ങനെ 2 ബട്ടണാണുള്ളത് ആ മോട്ടറിൽ. അപ്പോൾ ഇതിലെ കൂടെ നമുക്കിത് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ പൊളിച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ബൗളാണ് കേട്ടോ. ഇത് ഫൈബറിൻ്റെ നല്ലൊരു ബൗളാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബൗളാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇത് തന്നെയാണത്. ഇനി നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ 2 ഹോൾ കിടപ്പുണ്ട്. അതായത് പോലെ കുറച്ച് സൂം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അത് ഞാൻ അത്രയും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അടയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അടച്ചതിന് ശേഷം ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഇവിടെ ചെറിയൊരു വര പോലെ, ഒരു വെട്ട് പോലെ വന്നിട്ടുണ്ട്. ഈ മോട്ടറിനും ഉണ്ടത്. അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മോട്ടർ ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടോ, അവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെയിലുണ്ട്, വെയിൽ നന്നായിട്ട് പോയിട്ടില്ലായിരുന്നു. ഇനി നമുക്കൊന്ന് പീൽ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് പീൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടേബിൾ മേറ്റ് ഇതെടുക്കാനല്ല ഞാൻ പോയത്. ഒരു ടേബിൾ എടുത്ത് ഇവിടെ കൊണ്ടിടാം, ടെറസിൻ്റെ മുകളിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. ചെന്നപ്പോൾ ഇത് വളരെ ചെറുതാണല്ലോ, ഇത് കണ്ടപ്പോൾ ഇതെടുത്തു. സംഭവം ഇത് കറക്റ്റായിട്ട് ഞാൻ വെച്ചില്ല. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് കൂർക്ക എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് തോല് കളഞ്ഞിട്ട് എടുക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ധൈര്യമായിട്ട് നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ, കൂർക്ക, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഇത്രയും ഞാനിതിൽ പീൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിയും കൂർക്കയുമാണ്. വെളുത്തുള്ളിയും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചെറിയ ഉള്ളി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു കാണാനായിട്ടൊരു ഭംഗിയില്ല. ഒരുവിധം നമ്മൾ ചെത്തി കളയുക. അതായത് എന്താ പറയുക, ലെയറായിട്ടാണല്ലോ ഉള്ളി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെയറിലോട്ട് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയില്ല കാണാനായിട്ട്. അപ്പം നമുക്കത് പീൽ ചെയ്യുന്ന തോല് ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ട്രേയോ എന്തെങ്കിലും പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഓണാക്കി കൊടുത്താൽ ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെളുത്തുള്ളി പൊളിച്ചിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ വെളുത്തുള്ളിയും പൊളിച്ചെടുക്കുമ്പോൾ കാണാനായിട്ട് വലിയ ഭംഗിയില്ല, എങ്കിലും തോല് നല്ല ഭംഗിയായിട്ട് പോകും. പിന്നെ മറ്റൊരു ചെറിയൊരു വിഷയം എനിക്ക് തോന്നിയത്, നമുക്കൊരു 2 വെളുത്തുള്ളി വലിയ തുടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അല്ലി അടർത്തി തന്നെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം അടർത്തി ഇട്ട് കൊടുക്കണം. അല്ലാതെ ഇവർ കാണിക്കും പോലെ അവർ വെറുതെ അങ്ങനെ കാണിക്കുന്നത് അങ്ങനെ പറ്റില്ല കേട്ടോ. നമ്മളിത് അടർത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയൊരു മൈനസ് പോയിൻ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തോല് മാറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയമില്ല. നമുക്ക് അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഇതിൻ്റെ സമയം, ഇത്ര കുറച്ച് സമയത്തിനിടയിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇതുപോലെ നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞ് പുറത്തേക്ക് കുറച്ച് തോലും ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇങ്ങോട്ടേക്ക് പോരും. ബാക്കി കുറച്ച് തോല് ആ ബൗളിൽ കിടക്കുന്നുണ്ട്. കുറേ ബൗളിലേക്കാണ് സ്റ്റോർ ആകുന്നത്. ഇനി ഇതുപോലെ നമുക്ക് അടർത്തിയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് അത് തൊലി പോകില്ല.
അപ്പം നമ്മൾ ഓരോ അല്ലികളും അടർത്തി തന്നെ ഇട്ട് കൊടുക്കണം. എനിക്കിത് വളരെ നല്ലൊരു സംഭവമായിട്ടാട്ടോ തോന്നിയത്. ധൈര്യമായിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റും, പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ചെറിയ ഉള്ളിയാണ് എനിക്ക് ചെറിയൊരു വിഷയമായിട്ട് തോന്നുന്നത്. പക്ഷേ അതും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപാട് നമ്മൾ ചെയ്ത് വയ്ക്കാതിരിക്കുക. കുറച്ച് ഒരു 4-5 ദിവസത്തേക്കുള്ളത് മാത്രം പൊളിച്ച് വയ്ക്കുക. അപ്പം ഞാൻ എന്താ കണ്ടോ, ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ. വളരെ കുറച്ച് മാത്രം നമുക്ക് 2 വലിയ തുടം എന്നൊക്കെ പറയില്ല നമ്മൾ വെളുത്തുള്ളി, അങ്ങനെ ആ 2 ഒരു ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടിപ്പോയാൽ ഇത് ഓണാകത്തില്ല. ലൈറ്റ് കത്തും പക്ഷേ ഓണാകത്തില്ല. അപ്പം നമുക്ക് ഒരു 2.5 മണിക്കൂർ എടുക്കും ഇത് ചാർജ് ചെയ്യാനായിട്ട്. ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ടോ, അത് ഇനിയും ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഓരോന്നൊക്കെ തോല് പോകാത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി. അടുത്ത തവണ ഇടുമ്പോൾ അതുകൂടി ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ അതിൻ്റെ തോല് നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെ ഓക്കെയാണ്, ചെറിയ ഉള്ളിയുടെ ആ ഞെട്ടുണ്ടല്ലോ, ഞെട്ടിൻ്റെ ഭാഗം അത് ക്ലീൻ ആകത്തില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ കുറച്ചധികം സമയം എന്താകുമല്ല ഞെട്ട് ആ ഒരു ഞെടുമ്പുണ്ടല്ലോ അവിടെ, പിന്നെ കുറച്ചധികം സമയം നമ്മൾ ഇടുമ്പം അതും കുറേയൊക്കെ അങ്ങ് കട്ടായി പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, പുളിക്കുക മാത്രമല്ല നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്യാൻ എടുക്കുമല്ലോ, അരിഞ്ഞെടുക്കാനായിട്ട്, ആ സമയത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതാണ് ഇങ്ങനെ എന്താ പറയുക, ലെയർ അടുത്ത ലെയറിലേക്ക് അതൊന്ന് ആ ബ്ലേഡ് തട്ടിയിട്ട് അവിടെയും കൂടെ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടോ. ചെറിയ ഉള്ളി മാത്രം, ബാക്കിയെല്ലാം സൂപ്പർ സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ചക്കക്കുരു ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു പേടിയത്, ചക്കക്കുരു എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ബ്ലേഡ് എങ്ങാനും പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്ത് നോക്കില്ല കേട്ടോ. ബാക്കിയൊക്കെ നല്ല കിടിലൻ സംഭവമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഒട്ടും സമയമില്ലാത്തവർക്ക് ഞാൻ പറയുന്നത് വളരെ അടിപൊളി സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ സമയമുള്ളവരാണെങ്കിലും നമുക്ക് പെട്ടെന്ന്. പിന്നെ അതേപോലെ ചെറിയ ഉള്ളി പൊളിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കണ്ണ് നീറുമല്ലോ, അത് കണ്ണ് ഇങ്ങനെ നീറത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചെയ്യാനായിട്ട് നിൽക്കേണ്ട, നന്നായിട്ട് കണ്ണ് നീറും കേട്ടോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് കണ്ണ് നീറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കണ്ടോ, കുറച്ച് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ കഴുകി നന്നായിട്ട് നല്ല തുണി എന്തെങ്കിലും കൊണ്ട് തുടച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം പോയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പം നമ്മൾ എന്താണ്, ഇഞ്ചിയും കൂർക്കയും നല്ല ഭംഗിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ശകലം പോലും തോലിരിക്കാതെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ട് എനിക്ക്. അതും വളരെ ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇഞ്ചി ഇടുന്ന സമയത്ത് നമ്മൾ അടർത്തി ഇട്ട് കൊടുക്കുക. ഒട്ടും നമ്മൾ വലിയ പീസാക്കി ഇടരുത്, നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഞെരടി കഴുകിയിട്ട് ഇതുപോലെ വെള്ളം തോർത്ത് നല്ലോണം തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഇഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു 15 ദിവസത്തിലേറെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് ഇഞ്ചി, അതേ കൂർക്കേ, വെളുത്തുള്ളി ഒട്ടും പുറകിലല്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ചെറിയ വിഷയം തോന്നിയത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത ലെയറിലോട്ടും കൂടെ ഈ ബ്ലേഡ് തട്ടുന്നത് കൊണ്ട് കേടാകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഇതിപ്പോൾ കുറച്ച് കൂടുതലായി ഞാനിട്ടത്. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഈ മോട്ടർ വർക്കാകില്ല. ലൈറ്റ് ഉണ്ടാവും പക്ഷേ വർക്കാകില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി കൊടുക്കുക. അങ്ങനെ ഒരു ചെറിയൊരു വിഷയം ഞാൻ കണ്ടതിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ സംഭവം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, വെയിൽ മാറി തുടങ്ങിയിട്ടില്ലായിരുന്നപ്പോൾ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണിത്. നിങ്ങൾക്ക് വാങ്ങാം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു സംശയം തോന്നേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് പൊളിച്ച് വയ്ക്കും. പക്ഷേ ചെറിയ ഉള്ളി അത്രയും ഞാൻ വയ്ക്കില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം പൊളിച്ച് വയ്ക്കാറുള്ളൂ. കണ്ടോ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂർക്കയും ഇഞ്ചിയാണ്. വളരെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇത് കുറച്ച് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകണം. അപ്പോൾ ഈ തോലൊക്കെ പോയിട്ട് നല്ല നമ്മൾ കൈകൊണ്ട് പൊളിച്ച് അതിനെക്കാട്ടിലും എനിക്ക് നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ
ഈ കൂർക്കയൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ കുഴി ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മളും സാധാരണ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കുത്തിക്കളയിലേ ചെയ്യുക. അതുപോലെ ചെയ്തു അത് പോവില്ല കേട്ടോ. അത് നമ്മൾ ഇതുപോലെ കത്തി കൊണ്ട് തന്നെ ഒന്ന് കുത്തി എടുത്ത് കളയണം കേട്ടോ, അല്ലാതെ അത് പോവില്ല. പിന്നെ അതുപോലെ കൂർക്കയൊക്കെ കഴിയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ക്ലീനായി കിട്ടും. എന്തായാലും നല്ലൊരു സംഭവമാണെന്ന് തന്നെ ഞാൻ പറയും. കണ്ടോ, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ അതാ കുറച്ച് ഇതിൻ്റെ ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് തോലവിടെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഈ തോല് നമുക്ക് വല്ല ചെടിക്കോ അല്ലെങ്കിൽ പച്ചക്കറിക്കോ ഇടാനായിട്ട് നല്ലതാണ്. കാരണം കുറച്ചൊക്കെ ഈ ഒരു ഉള്ളിയുടെയൊക്കെ അംശം അതിലുണ്ട്, ആ ബ്ലേഡ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാനും നല്ലൊരു വളമാണ്. കണ്ടോ എത്ര ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് പീലർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ നല്ലതാണെന്ന് ഞാൻ പറയൂ കേട്ടോ. ഒരിക്കലും ഇതൊരു എന്താ പറയുക വേറെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിപ്പോൾ ഈ കൂർക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂർക്ക അത്ര ഫ്രഷ് ആയിരുന്നില്ല, എങ്കിലും നല്ലതുപോലെ തന്നെ അതിൻ്റെ തോലെനിക്ക് കളഞ്ഞ് കിട്ടി. കുറച്ചിട്ട് കൊടുക്കുക, ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ അത് കാണാനായിട്ട് കുറച്ചൊരിതുണ്ട്. അവിടെ ആ തോലുകളെടുത്ത് കണ്ടോ വന്നവിടെ അടഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് നമുക്ക് കാണില്ല, കാരണം അവിടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു പീസ് അവിടെ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ആ ബ്ലൂ കളറിൻ്റെ. അതുകൊണ്ട് അവിടെ എനിക്ക് ആ സൈഡിൽ എനിക്ക് നമുക്ക് കാണില്ല, ഈ സൈഡാകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ആ ബ്ലേഡ് തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുറച്ച് ഭാഗം ഞാനൊന്ന് ആ തോലൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത് വാച്ചിനിട്ട് കൊടുത്തത്. കണ്ട ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ് നമുക്ക് കാണാം. കണ്ട തോല് പോകുന്നത്, ആ കളർ മാറിയിട്ട് വൈറ്റ് കളർ കാണാൻ പറ്റുന്നില്ല നമുക്ക്. കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് എനിക്ക് വളരെ ചെറുതായി പോയിട്ടോ കൂർക്ക. കുറച്ചും കൂടെ വലിയ കൂർക്കയും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചയായിട്ടുള്ള കൂർക്കയാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിങ്ങനെ പുറത്തേക്ക് വരും. ഇനി നമുക്കിതിൽ കുറച്ച് കുറവ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്പസമയം കൂടി ഇട്ടാൽ മതി. നമ്മൾ നോക്കുക നന്നായിട്ട് തോല് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കണ്ടോ അതുപോലെയുള്ള ആ ഭാഗത്തെല്ലാം നമ്മൾ കത്തി കൊണ്ട് തന്നെ നമ്മൾ കുത്തി ഇങ്ങനെ കളഞ്ഞാൽ, അത് നമ്മൾ ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങളിത് വാങ്ങുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ. ഇതങ്ങനെ ഒരുപാട് ഞാനങ്ങനെ കണ്ടിട്ടില്ല, വിശേഷങ്ങൾ മലയാള ചാനലിൽ ഞാൻ ഒരുപാട് അങ്ങനെ കാണുന്നില്ലത്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് അത് വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാനും വിചാരിച്ചു ഒരുപാട് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ ഇതിന്, അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കുമായിരിക്കും എന്ന് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ആ ഒരു സംഭവം പുറത്തോട്ട് ആ ഒരു ഇതില്ലേ, അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ബ്ലേഡൊക്കെ പക്ഷെ നമ്മൾ അപ്പോഴും തന്നെ കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. കണ്ട അവിടെയൊക്കെ ഇപ്പം നന്നായിട്ട് ഇത് പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഉടനെ തന്നെ കഴുകിയെടുക്കുക. ഇത്രയും തോല് ഉണ്ട് ബ്ലേഡൊക്കെ, അപ്പോഴത്തന്നെ നമ്മൾ സഡനായിട്ടൊന്ന് കഴുകി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉണങ്ങി പിടിച്ചിട്ട് അത് ചിലപ്പോൾ പണിയാവും. അപ്പോൾ അത് ഇത്രയും കൂർക്ക, വെളുത്തുള്ളി, ഇഞ്ചി കണ്ട കാണാനായിട്ട് അടിപൊളിയാണ്. താങ്ക് യു.